ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഒരു കിടിലൻ ഒരു അപ്ഡേറ്റാണ്. തുടരും സിനിമ കണ്ടു, അതിൻ്റെ റിവ്യൂ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്, അന്യായ പടം, അടിപൊളി പടം ഇങ്ങനെ നമുക്ക് പറയാം. പക്ഷേ നല്ലൊരു സിനിമ കാണാൻ പറ്റി, തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങി വരാൻ പറ്റി. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി ആകെ മോഹൻലാലിൻ്റെ ആകെ ഒരു സിനിമ മാത്രം റിയാക്ടിങ് ചെയ്തിട്ടുള്ളൂ. അത് നേര് എന്ന് പറഞ്ഞ സിനിമയാണ്. ബാക്കി ഒന്നും ഇല്ല ഗൈസ്, പറയാനില്ല. ബാക്കി ഫുൾ ഗമഗമയാണ്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു മോഹൻലാലിൻ്റെ പടത്തിൽ മോഹൻലാൽ എങ്ങനെയാണ് പഴയ സിനിമയിൽ ആ ഒരു ഇത് എനിക്ക് കാണാൻ പറ്റി. അത് താങ്ക്സ് പറയേണ്ടത് തരുൺ മൂർത്തി എന്ന ഡയറക്ടറാണ്. ഇത് തള്ളല്ല, നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവും മോഹൻലാലിൻ്റെ ഒരു എന്താണ് ഈ നടന വിസ്മയം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവം. അത് ബാക്കിയുള്ളവർ കാണണ്ട, ബാക്കിയുള്ളവർ ഇങ്ങനെ കണ്ടിട്ട് ഇത് വന്ന സംഭവമൊക്കെ ഇത് എന്നൊക്കെ പണ്ട് ഇറങ്ങിപ്പോവും. അങ്ങനെയല്ല, നമ്മൾ മൊത്തം സിനിമ തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് കാണുമ്പോൾ തിയേറ്ററിൽ കണ്ട് ഒരു ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അത് മൊബൈലിൽ ടി വി കിട്ടത്തില്ല. അപ്പോൾ അത് ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. വേറൊന്നും മോഹൻലാലിനെ പറ്റി പറഞ്ഞില്ല. മോഹൻലാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഒന്നും കൂടി കാണാൻ പറ്റി. പിന്നെ ഈ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ഞാൻ പറയണില്ല, എന്താ പറയുക, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി ആകുമ്പോൾ തിയേറ്റർ കത്തിച്ചുളഞ്ഞിട്ടുണ്ടാവും. ഞാൻ കണ്ടത് എറണാകുളം കവിതയിലാണ്. അപ്പം അതിൻ്റെ അന്യായ തിരക്ക്, എന്താ പറയുക, അതും ഈ പടം ഇറങ്ങി ഇന്നലത്തെ ഒരു അവസ്ഥയും കൂടി ആയപ്പോൾ ഇനിയിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുകയും ചെയ്യും, ദൃശ്യത്തിനെ തൂക്കുകയും ചെയ്യും, ഉറപ്പാണ്. ബാക്കി ഈ 500 കോടി 1000 കോടിയൊന്നുമല്ല. എങ്ങനെയാണ് സിനിമ ചെയ്ത് കാണിക്കേണ്ടത് പ്രേക്ഷകരെ പറ്റിക്കാത്ത രീതിയിൽ, അതെങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ചെയ്യണമെന്ന് തരുൺ മൂർത്തി എന്ന ഡയറക്ടർ കാണിച്ചു തന്നു. ഒരു അന്യായ ഫാൻ ബോയ് ഡയറക്ടർ തന്നെയാണ്. കാരണം നമ്മൾ തമിഴിൽ പേട്ട, കാർത്തിക് സുബരാജ്, അതായത് രജനീകാന്തിന് തിരിച്ചു വരവായിരുന്നു. അതിന് മുമ്പൊക്കെ മൊത്തം പടങ്ങളൊക്കെ പോയി. 2.0 3.0 എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ, എന്തിരനെ പോലത്തെ പടങ്ങളൊക്കെ ഗമഗമി. പക്ഷേ ഇതും മലയാളത്തിൽ മോഹൻലാലിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ തരുൺ മൂർത്തിക്ക് രണ്ടാമത്തെ പടവും ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുത്തിട്ട് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി പോയി. ഇത് ചെറിയൊരു ഡോസാണ്. ഇതിനേക്കാളും ഇനി ബഡ്ജറ്റ് മുടങ്ങി കഴിഞ്ഞാൽ അടിപൊളി പടം ചെയ്യാൻ പറ്റും. അല്ലാതെ 200 കോടിക്ക് ഞാൻ പടം പിടിച്ച് അതങ്ങനെയാണ്. കാരണം ഈ മോഹൻലാൽ നടനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണത്, അത് നമുക്കൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന ഒരു റോള് തന്നെയാണ്. അല്ലാണ്ട് മുണ്ട് മടക്കി കുത്തിയാലും മീശ വിരിച്ചാലും പണ്ടത്തെ സ്റ്റൈലാണെന്നൊക്കെ പറഞ്ഞ കുറേ ഗമഗമ ടീമുകളുണ്ട്. അവർക്കുള്ളൊരു അടി തന്നെയാണ് ഈ പടം തുടരും സിനിമ കണ്ടപ്പോൾ. എനിക്ക് എന്താ പറയുക, അത് എനിക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇത് മോഹൻലാലിൻ്റെ ദൃശ്യത്തിന് ശേഷം അടുത്തൊരു ഹിറ്റ് തന്നെയാണ്. ഇത് 100 കോടി 200 കോടി എന്നൊന്നും പറഞ്ഞില്ല, എന്നാലും അടുത്ത ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇന്നലത്തെ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ 100 കോടി കയറിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഒരു 200 കോടി. എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് എനിക്ക് തോന്നുന്നു എമ്പുരാൻ വെട്ടിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഒരു ഗമഗമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് എന്തായാലും തൂക്കും, ഉറപ്പായിട്ട് തൂക്കും. പിന്നെ വില്ലൻ അതൊരു 1.5 മുതലാണ്. നിങ്ങൾ കണ്ടിട്ട് പറയൂ ഗൈസ്.